പരിഹാരമാകാതെ കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം. കുടിവെള്ള പൈപ്പിൽ മലിനജലം കയറുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വാട്ടർ അതോറിറ്റി അധികൃതരെ ഘെരാവോ ചെയ്തു. പള്ളുരുത്തി ESI റോഡിലാണ് 3 മാസ കാലയളവായിട്ടും ശുദ്ധജലം മുടങ്ങിയിരിക്കുന്നത്. 3 മാസമായിട്ട് കുടിവെള്ളം കിട്ടാത്ത സാഹചര്യത്തിലാണ്. അഴുക്ക് വെള്ളമാണ് കയറണം. കുട്ടികൾക്ക് സാംക്രമിക രോഗങ്ങൾ വരെ പിടിപെടാൻ സാധ്യതയുണ്ട്. ഞങ്ങളിപ്പോ മാന്യതയുടെ പുറത്ത് നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും ഈ വിഷയത്തിൽ. കുടിവെള്ള പൈപ്പിൽ മലിനജലം കയറുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗ്രേസി MA, അസിസ്റ്റന്റ് എഞ്ചിനീയർ ക്ലിന്റ് C എന്നിവരെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഘെരാവോ ചെയ്തു. പള്ളുരുത്തി ESI റോഡിൽ ശുദ്ധജലം മുടങ്ങിയിട്ട് 3 മാസ കാലയളവായതിനെ തുടർന്ന് വിഷയം പരിഹരിക്കാമെന്ന വാട്ടർ അതോറിറ്റിക്കാരുടെ രേഖാമൂലമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഘെരാവോ സമരം അവസാനിപ്പിച്ചത്. തമ്പി സുബ്രഹ്മണ്യം, PP ജേക്കബ്, ഹരീഷ് MH, EJ അവറാച്ചൻ, CX ജൂഡ്, പ്രേംജോസ് KM, PG ഗോപിനാഥ്, IA ജോൺസൺ, അരുൺകുമാർ, ലിഫിൻ ജോസഫ്, ബൈജു മാളിയേക്കൽ, ശ്രീമോൻ തോമസ്, സദാശിവൻ നായർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. വാട്ടർ ബില്ല് ജനങ്ങൾ അടക്കുന്നുണ്ട്, പക്ഷെ കുടിവെള്ളം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. അവസാനം വെള്ളം പമ്പ് ചെയ്ത് വരുമ്പോൾ മലിനജലം കാണകളിൽ നിന്ന് കയറി സാംക്രമിക രോഗങ്ങൾ വരെ പടർന്നു കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുമ്പോട്ട് പോയ ഘട്ടത്തിനകത്താണ് ഇന്ന് വാട്ടർ അതോറിറ്റി AXE ഘെരാവോ ചെയ്ത് 3 മാസ കാലയളവായി ESI റോഡിൽ നിലനിൽക്കുന്ന കുടിവെള്ള വിഷയം പരിഹരിക്കണം, അതിന് രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ള ഞങ്ങളുടെ നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ 4 മാസ കാലയളവിൽ 420ഓളം വരുന്ന ഉപഭോക്താക്കൾ ESI റോഡിൽ ശുദ്ധജലം ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് മുമ്പോട്ട് പോയപ്പോൾ ഇവർ 2 സൊല്യൂഷനാണ് നമ്മളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, ജോഷി സ്മാരക വായനശാലയുടെ മുമ്പിൽ നിന്ന് പുതിയ കണക്ഷനുമായി ക്ലബ് ചെയ്ത് 150 മീറ്റർ പൈപ്പ് ഇട്ടാൽ ESI റോഡിലെ കുടിവെള്ള വിഷയം പരിഹരിക്കാമെന്ന്. രണ്ടാമത്തെ സൊല്യൂഷൻ, DLV ക്വാർട്ടേഴ്സിന്റെ സൈഡിൽ കൂടിയുള്ള വഴിയിൽ കൂടി, കട്ടവിരിച്ച വഴിയിൽ കൂടി 350 മീറ്റർ പൈപ്പ് ഇട്ടാൽ വിഷയം പരിഹരിക്കാമെന്ന്. 350 മീറ്റർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ജനങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. ഏത് വേണമെന്ന് തീരുമാനിച്ച് ഇത് പരിഹരിക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. ജനത്തിന്റെ മൗലിക ആവശ്യമായ ESI റോഡിലെ ജനങ്ങൾക്ക് 4 മാസ കാലയളവായി കുടിവെള്ളം നിഷേധിക്കുന്ന വാട്ടർ അതോറിറ്റി നിലപാടിനെതിരെ രേഖാമൂലമുള്ള ഉറപ്പ് രേഖാമൂലമുള്ള ഉറപ്പ് എന്ന് വാട്ടർ അതോറിറ്റി AXE ഒപ്പിട്ട് സീല് ചെയ്ത് ഇന്നിപ്പോൾ നൽകിയിട്ടുണ്ട്. 2 ആഴ്ച കാലയളവിനുള്ളിൽ ഇത് പരിഹരിക്കാമെന്നാണ് പറയുന്നത്. ഈ ക്രിസ്മസും അതുപോലെ ന്യൂ ഇയറും അടക്കമുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോൾ 4 മാസമായി ESI റോഡിലെ ജനങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കുന്ന വാട്ടർ അതോറിറ്റി നിലപാട് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി ഈ പ്രദേശത്തേക്ക് ഞങ്ങൾ കടന്നു വരും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ വരെ അവിടുത്തെ ഉപഭോക്താക്കൾ ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സമരത്തിന്റെ അടിസ്ഥാനത്തിൽ, രേഖാമൂലമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഈ സമര പരിപാടി അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹക്കോ ലേക്ക് വ്യൂ, കല്ലഞ്ചേരി, കുമ്പളങ്ങി വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റെസ്റ്റോറന്റ് പ്രവർത്തന സമയം 4 PM to 10 PM. 400ഓളം പേർക്ക് ഇരിക്കുവാൻ സൗകര്യപ്രദമായ ഹാൾ, കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഒരുക്കിയിരിക്കുന്നു.